ഇ.ഡി. ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ CPM-കാരായ പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് ഇ.ഡി. ഹൈക്കോടതിയിൽ. സ്വാഭാവിക ക്രമസമാധാന സംഭവമായോ പ്രതിഷേധത്തിന്റെ ഭാഗമായി പെട്ടെന്നുണ്ടായതോ അല്ല അക്രമമെന്ന് ഇ.ഡി. സൂചിപ്പിച്ചു. സംഘടിതവും ആസൂത്രിതമായ ആക്രമണമാണ് ഉണ്ടായതെന്നും ഇ.ഡി. കോടതിയിൽ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്ക് മരണം സംഭവിക്കുകയെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണമെന്നും ഇ.ഡിയുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണെന്നാണ് ഇ.ഡി. ഹൈക്കോടതി അറിയിച്ചത്. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമായിരുന്നു ആക്രമണം. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് ലഘുവായി കാണരുതെന്നും ഇത്തരം കേസുകളിൽ ജാമ്യം നൽകുമ്പോൾ ജാഗ്രത വേണമെന്ന സുപ്രീം കോടതി ഉത്തരവും ഇ.ഡി. കോടതിയിൽ ഹാജരാക്കി. കേസിൽ റിമാൻഡിലുള്ള 11 CPM പ്രവർത്തകരുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ഇ.ഡി. സത്യവാങ്മൂലം സമർപ്പിച്ചു. സ്വാഭാവിക ക്രമസമാധാന സംഭവമായോ പ്രതിഷേധത്തിന്റെ ഭാഗമായി പെട്ടെന്നുണ്ടായതോ അല്ല അക്രമം. സംഘടിതവും ആസൂത്രിതവുമായ ആക്രമണമാണ് ഉണ്ടായത്. നിയമവിരുദ്ധമായി സംഘടിച്ചതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തണമെന്ന ലക്ഷ്യമായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കും. പിടികൂടാത്തവർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുമെന്നും ഉദ്യോഗസ്ഥർക്ക് മരണം സംഭവിക്കുകയെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണമെന്നും ഇ.ഡി. ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. 65 ദിവസത്തിലധികമായി ജയിലിലാണെന്നും അന്വേഷണം അവസാന ഘട്ടത്തിലായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം. ജനം, കൊച്ചി.